കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകളുടെ കാരിയർമാരായി ബംഗ്ലാദേശികളുണ്ടെന്ന് സംശയം. പണമുണ്ടാക്കാൻ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തയ്യാറായാണ് ബംഗ്ലാദേശികൾ എത്തിയതെന്ന് പോലീസ് പറയുന്നു. പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനൊപ്പം ലഹരി ഇടപാടുകളുടെ പ്രധാന കണ്ണികളായി മാറുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഈ ബംഗ്ലാദേശികൾ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. അനധികൃതമായി എത്തിയ ശേഷം നേരാംവണ്ണം ജീവിക്കാതെ ക്രൈമായി മാറുക, അതായത് ലഹരി ഇടപാടുകളിൽ പോലും കാരിയർമാരായി വാഹകരായി മാറുന്ന ഒരു പ്രവണത. എന്താണ് വിവരങ്ങൾ? കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു പ്രശ്നമായി സംസ്ഥാനത്ത് ബംഗ്ലാദേശികളുടെ എണ്ണം അനുദിനം കൂടുന്നു. നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളുടെ മാത്രമല്ല, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരായിരുന്നു മുൻപ് എന്നത് മാത്രമല്ല, ഇവിടെ എത്തുമ്പോഴും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയറി ഇവിടെ എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കൃത്യം നടത്തിയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കാൻ തയ്യാറായി വരുന്നു. അവരെ കൃത്യമായി തന്നെ ലഹരി മാഫിയയും ലഹരി സംഘങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്നത് തന്നെയാണ്. കാരണം നിലവിൽ പിടിയിലായവരുടെ പശ്ചാത്തലം അടക്കം പ്രാഥമികമായി പരിശോധിച്ചിരുന്നു എങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോഴും പുറത്തുള്ള നിരവധി ആളുകൾ, നൂറുകണക്കിന് ബംഗ്ലാദേശികൾ ഇപ്പോഴും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ മാത്രം, പെരുമ്പാവൂരിലും ആലുവയിലും എല്ലാമായി തങ്ങുന്നുണ്ട്. ഇവരിൽ നിരവധി കരിയർമാരുണ്ട് എന്ന സൂചന മറ്റു ചില ഇതര സംസ്ഥാന വിവിധ ഭാഷാ തൊഴിലാളികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് തന്നെയാണ് എറണാകുളം റൂറൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ ഇവർ ഏജന്റുമാർ ഇവിടെ എത്തിച്ചപ്പോൾ മറ്റു ജോലികൾക്ക് നിയോഗിക്കുക എന്നത് മാത്രമല്ല, ഇതര ഭാഷാ തൊഴിലാളികൾ സാധാരണ ഇവിടെ എത്തി ചെയ്യാറുള്ള മറ്റു കൂലിവേല ഉൾപ്പെടെയുള്ള ജോലികളിൽ മാത്രമല്ല ഇത്തരത്തിൽ നുഴഞ്ഞുകയറി എത്തുന്ന ബംഗ്ലാദേശികൾ വ്യാപൃതരാകുന്നത്. അവർ പല ഘട്ടങ്ങളിലും കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി എന്നിവയുടെ എല്ലാം തന്നെ ഉപഭോക്താക്കളായി, അത് ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നതിനൊപ്പം തന്നെ അതിന്റെ കരിയർമാരും ഒപ്പം തന്നെ അതിന്റെ വലിയ ഒരു ഇടനിലക്കാരും എല്ലാമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകൾ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മേഖലകളിലെല്ലാം തന്നെ നടന്നിട്ടുള്ള പരിശോധനകളിൽ ഈ വിവിധ ഭാഷാ തൊഴിലാളികൾ തങ്ങുന്ന കേന്ദ്രങ്ങളിൽ അവരുടെ തന്നെ കൈവശം സൂക്ഷിച്ചിരുന്ന വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ അന്വേഷണ സംഘങ്ങൾ പിടികൂടിയിരുന്നു. എക്സൈസും പോലീസും നമുക്ക് വരും വാർത്തകളിൽ വിശദമായി നൽകാം എന്ന് കരുതുന്നു. ഏതായാലും ബംഗ്ലാദേശികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ലഹരിയുടെ കണ്ണികളായി മാറുന്നു, വാഹകരായി മാറുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്തത്.